ഹലോ, ഞങ്ങള് ട്രിപ്പ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നിശ ചേച്ചി ഉറങ്ങുന്നില്ല, ഉറങ്ങുവാന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പറഞ്ഞിരിക്കുക, കടന്നുറങ്ങുവാണ്. അപ്പോൾ ആരോമലും ജെഫിന്, അനന്തു, ഫെബി ഇവരെല്ലാം വരുന്നുണ്ട്. അപ്പം ഫെബിക്ക് ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫെബി താമസിച്ചേ വരുള്ളൂ. ശ്രീജിത്തേടൻ രാവിലെ തന്നെ ഡബ്ലിൻ പോയിരിക്കുകയാണ്. ശ്രീധരൻ എന്ത് മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ശ്രീധരൻ അവിടെ ഉണ്ട്. നമ്മൾക്ക് ശ്രീധരൻ അവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്യും, വിളിച്ചായിരുന്നു. അപ്പം നമ്മളുടെ ഇന്ന് നിശ ചേച്ചിയുണ്ട്, റോഹനുണ്ട്, ഇഷ്കുട്ടിയുണ്ട്. അപ്പം നമ്മൾ ഓൺ ദ വേ ആണ്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ അടുത്തുണ്ട് യാത്ര. നല്ല രസമുണ്ട് കേട്ടോ. നമ്മള് മോട്ടോർ വേയിൽ നിന്നൊക്കെ മാറി ഒരു ചെറിയ ഇടവഴി കൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു രാഹുലേട്ടന്, ശ്രീധേട്ടന്, നമ്മളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാന്നുള്ള പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാല് രാഹുലേട്ടന് ചോദിക്കാൻ പറ്റിയില്ല. രാഹുലേട്ടന് അലക്സിക്ക് വയ്യാതെ പോയി. അപ്പം രാഹുലേട്ടനില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം ഉണ്ട്. അമ്മമാരെല്ലാം വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓൺ ദ വേ ആണ്. ഇവിടുന്ന് ഒരു എത്ര മണിക്കൂറുണ്ട്? ഒരു 3.5 മണിക്കൂറുണ്ട്. ടോട്ടൽ ഒരു 3.5 മണിക്കൂർ അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടുന്ന് നമ്മൾ 2 ദിവസം സ്റ്റേ ആണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. 2 ദിവസം സ്റ്റേ. അപ്പം പൊളിക്കാം. അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ കുറെ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തു. അല്ല റോഹ, കുറെ ഗെയിംസ് പ്ലാൻ ചെയ്തു. നമ്മള് അങ്ങനെ ആദ്യം പോയിട്ട് ആ സ്ഥലത്തെ പറ്റി നമ്മൾ ആരും കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് എന്താന്ന് അറിയത്തില്ല. ആ സ്ഥലത്തിന്റെ വീഡിയോ ഞങ്ങൾ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഉറങ്ങിയ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനോ? ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ് ദൊറോത്തി ബദാമയുടെ വീട് കാണാൻ. റീൽസ് വഴിയെ വരും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് അപ്പൊ ഞങ്ങള് ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞങ്ങൾ പോക്കിപ്പെട്ട് കിടക്കുവാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ലേക്സ് ഉണ്ട്. ഇഷ്ടം പോലെ വരുന്ന വഴിക്കല്ലേ ഒരുപാട് നല്ല നല്ല രസമുണ്ട് കാണാൻ. ചെറിയ ചെറിയ ലേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. 3 മിനിറ്റ് കൂടെ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശ്രീജിത്തേട്ടൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ശ്രീജിത്തേട്ടൻ അവിടെ ഗേറ്റൊക്കെ തുറന്ന് ഇരിക്കുകയാണ്. പക്ഷെ ഇത് ബുക്ക് ചെയ്ത ആൾ അനന്തു ആയതുകൊണ്ട് അനന്തു വരാതെ ഇത് തുറക്കുകയല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് 1 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് തിരിഞ്ഞ് നടക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റാണ്. നല്ല ഡ്രൈവ് ആയിരുന്നു കേട്ടോ. വെച്ചാൽ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ വാഗമണൊക്കെ പോകുന്നത്, വാഗമൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുന്ന ഡ്രൈവ് പോലെ നല്ല റോഡൊക്കെ നല്ലതാണ്. കുറേ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് 2 സൈഡിലൊക്കെ ആയിട്ട്. ചെറിയ ചെറിയ ലേക്കൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ബസ്സിൽ പറഞ്ഞാൽ നല്ലൊരു കൗണ്ടി സൈഡാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താനെ വണ്ടി തിരിയുമ്പോഴേ ഇങ്ങനെ ഞങ്ങളിവിടെ എത്തിക്കുന്നത്. നമ്മുടെ ഒരാൾ പണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണുന്നില്ല. നഖവും പല്ലും നഖവുമായിട്ട് കൊണ്ടുപോയോ? ഞങ്ങളുടെ ശ്രീധരനെ തിരിച്ചു തരൂ. എവിടെ? അടിപൊളി പ്ലേസ് അല്ലേ? നമ്മൾ കയറി വരുന്ന നമ്മുടെ എൻട്രൻസ് ആണേ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ആംബിയൻസും നല്ല നമ്മളൊരു വൈകുന്നേരം 4 മണി 5 മണിയായി. ഇവർ നല്ലപോലെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് നല്ല ആംബിയൻസ്. താഴോട്ട് ചെറിയ വഴിയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ മുകളിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളോട് 5:30 ആകുമ്പം അവർ വരുമെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ നേരത്തെ വന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള അനന്തുമാണ് റൂം ബുക്ക് ചെയ്തുകൊണ്ട് ലേറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇവിടെ നല്ല വ്യൂ ഉണ്ട്. അകത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ 6 ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അകത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് തുറന്നാലേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം പിള്ളേരെല്ലാം സെറ്റാണ്. എല്ലാവരും നല്ല വൈബിൽ. കാരണം നല്ല തണുപ്പും ചെറിയ തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ ഞങ്ങളിപ്പോൾ ആലോചിക്കുക അതൊന്നെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ തന്നെ കൂടിയാലോ. കാരണം 2 ദിവസം ഇവിടെ കൂടിയാൽ വേറെ വൈബാണ്. ഇവിടെ അതുപോലെ എൻജോയ് ചെയ്യാനുണ്ട്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് അറിയില്ല. അവിടെ ചെറിയ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിടുവാണ്. അവിടെയൊക്കെ ഫോണൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ലേക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ല വ്യൂ കിട്ടും അതിൻ്റെ.
നമുക്ക് ഇത് വീടിന്റെ ആഘോഷം കിട്ടുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ അകം കാണുവാണ്. ഇതാണ് കയറി വരുന്ന സ്റ്റെയർകേസ്. ഇവിടെ സ്റ്റെയർകേസും കാര്യങ്ങളെല്ലാം. ഇവിടെ ചെറിയൊരു ലിവിങ് റൂമും കാര്യങ്ങളും ഏരിയ എല്ലാം ഉണ്ട്. സംഭവം ടി വി കാണാനും. നമ്മളിവിടെ നേരെ കിച്ചണിലോട്ട് പോകണേ. വിശാലമായ കിച്ചൺ, അതുപോലെ ഓവനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോഫി മെഷീനും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലായിടത്തും നല്ല വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇതിനകത്ത് ബാർബിക്യൂ ചെയ്യാനുള്ള സംഭവ കാര്യങ്ങളെല്ലാം സെറ്റാണ്. പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. അതുപോലെ ആൾക്കാർക്ക് ഇരിക്കാനും ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിള്ളേർക്കുള്ള ഏരിയയാണ്. കാരണം പിള്ളേർക്ക് കളിക്കണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളെല്ലാം അവർക്ക് കിടക്കാനും അവർക്ക് ആഹ്ലാദിക്കാൻ വേണ്ടി ആദ്യം അവർ വന്നപ്പോഴേ നമ്മുടെ ഇഷിക്ക ഉണ്ടായിരുന്നു. ഇഷിക്ക ഈ റൂമാണ് കൊണ്ട് കാണിച്ചത്. ഇതാണ് സംഭവം. അപ്പോൾ ഇനി നമ്മൾ മേളിലോട്ട് പോകണേ. മേളിൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല. അയ്യോ, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. നല്ല രസമുണ്ട്. കാര്യങ്ങൾ എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഒരു കിങ് സൈസ്, ഒരു സ്മോൾ സൈസും. അത് ഇവിടെ എല്ലായിടത്തും പറയാനുള്ളത് അറിയുമോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഒരു രക്ഷയില്ല. അവിടെ ആ ചെറിയ കാണുന്നൊരു ഷെഡിനകത്ത് നമ്മുടെ ആരമ്പലമ്മ ജിഫിനെല്ലാം പോകുന്നുണ്ട്. ഷെഡിനകത്ത് നമ്മുടെ ഗെയിംസ് കളിക്കാനും രണ്ടെണ്ണം അടിക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ടുള്ള സംഭവമാണ്. കിടുവാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോയായിരുന്നു. അവിടുത്തെ വീഡിയോസൊക്കെ ഇടാം. അവിടെ പോയി അവിടത്തേക്ക് പോകും. അവിടെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു നമുക്ക് ബാർബിക്യൂ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഫേവറേറ്റ് ഐറ്റം. കേടു എന്നുവെച്ചാൽ കടക്കാൻ സൗകര്യമുള്ള വാഷ്റൂമാണ്, ബാത്റൂമാണ്. നല്ല ഭയങ്കര സ്പേഷ്യസ് ആണത്. ഭയങ്കര സ്പേഷ്യസ്, ഭയങ്കര സ്പേഷ്യസ്. ഇതാണ് സംഭവം. അവിടെ വേറൊരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഏകദേശം 6 ബെഡ്റൂമുകളുണ്ട്. ഇതാണെന്ന് തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ്. എല്ലായിടത്തും ഭയങ്കര ഓപ്പണാണ് എല്ലാ ഏരിയയും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നുവെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൗസ് എയർലൈനിൽ കാണുന്നത്. അപ്പോൾ ഇത് ആറ്റിക്കാണ്. ആറ്റിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് വേറെ കാര്യമല്ല, ഇവിടെ ചെറിയൊരു വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും എന്നെ അതിശയിപ്പിച്ച കാര്യം കാണിക്കാം. ഇവിടെ ചെറിയൊരു റൂം, സിംഗിൾ ബെഡഡ് ആയിട്ടുള്ള 2 ബെഡുണ്ട്. അപ്പം അവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തു നിന്നും ഇവിടെ വെളിച്ചം കിട്ടും. ഇപ്പം ലൈറ്റ് ഇറ്റലിയിലും എല്ലായിടത്തും നല്ല വെളിച്ചം. ഇതാണ് ഏറ്റവും ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂമാണിത്. പൊളിയാണ്, ഭയങ്കര സ്പേസാണ് ഇവിടെ. ഇത് പൊളി സാധനം. ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് അഫോർഡബിൾ പ്രൈസാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. അഫോർഡബിൾ പ്രൈസിലാണ് നമുക്കിത് കിട്ടിയത്. സ്റ്റെയർ കേസ് ആണെങ്കിലും എല്ലാം അടിപൊളി. ഈ ഡോർ ഞാൻ ഓപ്പൺ ആക്കിയില്ല, ഇത് ക്ലോസ് ആണ് ഓൾറെഡി. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇപ്പോൾ ഞങ്ങളിവിടെ ബാർബിക്യൂവും അതുപോലെ തന്നെ ഗെയിമും കാര്യങ്ങളെല്ലാം സെറ്റാക്കി. റോഹൻ അവിടെ ഗെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഗെയിം കളിക്കാനൊക്കെ സെറ്റാണ്. ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റ്. പൊളി ആണ്ടെ റോഹൻ അവിടെ FIFA സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ കളിക്കാൻ പോവാണ്. ഹു ഈസ് ഗോയിങ് ടു വിൻ? നെവർ.
മാനം പോയില്ലേ നീ നോക്ക് ഇത്ര ഹായ് ഗൈസ്, ഇവര് പണി തരുവാണോ? ഇവര് അതിനെ കണ്ണ അതിന്റെ അപ്പുറം നീ വാങ്ങുന്ന ഒഴിവാണേ. ഒറ്റ വാക്ക് ഇപ്പോഴത്തെ 2024 കണ്ണി കണ്ണി കൊള്ള കണ്ണി കണ്ണി കൊള്ളരുത് തമിഴോടാ കൊള്ളാം എന്തുകൊണ്ടേ കണ്ടുകൊണ്ടേ ആ മനസ്സിലായി അവാർഡോടാ ഞാൻ മറ്റേ പടം വിചാരിച്ചു ക്യാപ്റ്റൻ രാജു ആ സമയത്തുള്ളവരാണ് പുതിയ ഇപ്പോഴും ഉണ്ട് മമ്മൂട്ടി, മോഹൻലാല്, പൃഥ്വിരാജ്, പഴയ പടമാണ് പുതിയത് മനുഷ്യമൃഗം 5 വർഷം മുമ്പ് 5 വർഷം മുമ്പ് 5 വർഷം മുമ്പ്. ഓക്കെ, വലിയ ഹിറ്റായ പടം വലിയ ഹിറ്റായ പടം ഹിറ്റായ പടം ഒരു പേരാണ് വലിയ പേരാണ്. രണ്ട് പേര് മറ്റേ കള്ളന്റെ പടത്തിലാണോ? മറ്റേ മോനെ ഇവൻ വരുമ്പോൾ കക്ഷിയുള്ള പേര് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞില്ല പഴയ പടം പഴയ പടം രൗദ്രാണോ? മോഹൻലാൽ അല്ല എടാ, മോഹൻലാൽ ജീപ്പ് ഓടിക്കുന്നതാണോ? പഴയ പടമാണോ? വാമനപുരം ബസ് റൂട്ട് എന്തെങ്കിലും കാണിക്കും മാ വെച്ച് എടാ, അക്ഷരാണോ വാക്കാണോ? അക്ഷരാണോ മീൻസ് ലൈക്ക് അക്ഷരാണോ വാക്കാണോ? 3 വാക്കാണോ? മിസ്റ്റർ ബട്ട്ലർ, മിസ് മീ മാ നീ എടാ എടാ, അതിനകത്ത് മോഹൻലാൽ എന്നായിട്ടാ? കണ്ണാടി വെച്ച് കള്ളനായിട്ടാ? ഡ്രൈവറായിട്ട്? ജീപ്പ് ഡ്രൈവർ? പഴയ പടമാണ് അവിടെ പോയി മൂന്നാമത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഇത് മിണ്ടാൻ പാടില്ല. അവൻ പറഞ്ഞു പറഞ്ഞേ നടന്റെ പേര് പറയട്ടെ. പഴയ പടം പെണ്ണ്. എന്നാ എഴുതി കളിക്കണം. രണ്ടക്ഷരം. മഞ്ജുവാരുടെ പടം പുതിയ
അതൊക്കെ കഴിഞ്ഞ് മറ്റേ പടം നമ്മൾ പറഞ്ഞോളൂ. അതല്ല പുതിയതാ. കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കേൾക്കും. ചായ കുടിച്ചിരിക്കോ കൊച്ചി കലോറിയാ കലോറി. ആ പറ കമാൻഡർ പോയി. രണ്ട് വാക്ക് ഒരു വാക്ക് എത്ര വാക്കുണ്ട്? രണ്ട് വാക്ക്, രണ്ടക്ഷരം. രണ്ടക്ഷരം. ഒരു വാക്കാണ് രണ്ടക്ഷരം. രണ്ട് വാക്ക്. ഓക്കേ. രണ്ടാമത്തത് പറയാൻ പോകും. എന്താ? എവിടെ? എങ്ങനെ? എന്തിനാ? വൈ. എന്നും എപ്പോഴും. ചാമ്പ്യനാ. എന്തുകൊണ്ട്? എങ്ങനെ? ഇന്ന് കുറച്ച് വേർക്കും. കഥാവശേഷം. ഹലോ. പഴയത്. എന്നാ മൂന്ന് വാ തുറന്ന് പറയിച്ചു. ഓക്കേ. ഇന്ന് ചേച്ചി തീർന്നു. നടനാ. ചേച്ചി ക്ലോസപ്പ് ഇടുന്നുണ്ടേ. പുഴ. ആമ. കഥകളി. മീന്. മീന് വേറെ എന്താ പറയുന്നത്? മീന് ഉള്ളത് പുഴ, കടല്. കടലിന് വേറെ ഭാഷ. കടല്. കടലിന് വേറെ ഭാഷ. സാഗരം. ആ. സാക്ഷി. സാഗരങ്ങൾ സാക്ഷി. വലിയ സാഗരം അവസാനിച്ച വലിയ വെള്ളിത്തിര. അല്ലല്ല വലിയ കടലിനാണോ മമ്മൂട്ടി സത്യമാശം. പഴയ പടമാണോ? നഗരം മഹാസാഗരം. കണ്ടു. ഒരു ഫുള്ള് എടുക്കാവുന്നു. ഞാൻ ഉറങ്ങിട്ട് വരാം. ഞാൻ ഉറങ്ങിട്ട് വരാം കേട്ടോ. അവിടെ സമയം എടുക്കും. ഡയറക്ഷൻ ആരും പഠിക്കണ്ട. ബാക്കി വീഡിയോ കിട്ടിയില്ല. പൊറോട്ടയോട് ഇപ്പൊ അടിച്ചു കൂട്ടാനുള്ള സാധനം കിട്ടിയത്. കഠിനാധ്വാനം. അഴകാണ്. അന്ന് ആ കുട്ടി കാച്ചി. ഏത് ടീമാ? ഏത് ടീമാ? കഫേനായ നല്ല ചായ പിന്നെ രണ്ടും ലിറിക്സ് വരുന്നേ. ചൂളമടിച്ച് കറങ്ങി നടക്കും കോലക്കുഴലിൽ കല്യാണം. തലേദിവസം രാത്രിയിലത്തെ ആഘോഷ പരിപാടികൾക്കൊക്കെ ശേഷം രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിലും പോകുന്ന വഴിയിൽ എന്താ പറയണേ, ബാക്കി സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം, ബാക്കി സ്ഥലങ്ങൾ തേടി പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങോട്ടെന്നില്ലാണ്ട് യാത്ര തിരിച്ചു. അതാണ് സത്യം പറഞ്ഞാൽ പറയേണ്ട വാക്ക്.
പോയ വഴിക്ക് ഇതാ ഒരു അടിപൊളി കാട് പോലത്തെ വ്യൂ കിട്ടി കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, അങ്ങ് അറ്റത്ത് എന്താണുള്ളതെന്നും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെയല്ലേ ഒരു രസം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടൊക്കെ കൂടി കുറേ ജോളിയായിട്ട് ഇങ്ങനെ പോവുക. കുറേ ആൾക്കാർ ഫ്രണ്ടിൽ, കുറേ ആൾക്കാർ നടുക്ക്, എന്നാൽ കുറേ ആൾക്കാർ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പിള്ളേർ സെറ്റൊക്കെ ഞങ്ങളൊക്കെ മുമ്പിലെ സ്പീഡിൽ ഓടിപ്പോയി കേട്ടോ. അതുപോലൊരു അടിപൊളി വോക്കായിരുന്നു ഇത്. അയർലൻഡിൻ്റെ ബ്യൂട്ടി അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയതാ. എൻ്റെ പൊന്നു മക്കളെ, അയർലൻഡ് ഒരു രക്ഷയില്ല. പൊളി എന്ന് വെച്ചാൽ പൊളി. ഞങ്ങളിത് നോർത്തേൺ അയർലൻഡിൻ്റെ ബോർഡർ ലൈനില്ല. ഒരു രക്ഷയില്ല. അപാര ഭംഗി, അപാര ക്ലൈമറ്റ്, ചെറിയ തണുപ്പ്, ചെറിയ കാറ്റ്, എല്ലാവരും ജാക്കറ്റ് ഒന്നുമില്ലാതെ നല്ല വോക്ക്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയതാ ഈ ഗെയിം സെൻറ്ററിൽ എത്തിയതാട്ടോ. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോളിഡേ ഹോമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, അതായത് മുണകനിൽ തന്നെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിള്ളേരൊക്കെ കഷ്ടമായിരുന്നു. വലിയവർ എല്ലാവരും ഒന്നടങ്കം എന്താ പറയണേ, ഭയങ്കര ഹാപ്പിയായി. എല്ലാവരുടെയും ഉള്ളിൽ ആ കുട്ടിത്തൊക്കെ പുറത്തേടി കേട്ടോ. ശ്രീജിത്തേട്ടനും നിശ്ചയിച്ചൊക്കെയാണെങ്കിൽ ഇതിന് മാസ്റ്റർ പീസായിരുന്നു. കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കളിയിൽ വല്ലാണ്ടങ്ങ് മുഴുകി കേട്ടോ. പിള്ളേർക്ക് ഞങ്ങളെയും കൊണ്ട് ശല്യമായി. അവർക്ക് കയറേണ്ടതും അവർ കളിക്കേണ്ട സാധനത്തിലൊക്കെ ഞങ്ങളായി അവസാനം. ഇഷിക്കയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഈ ഗെയിം കളിക്കാനായിട്ടും. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവളും ചെയ്തു കേട്ടോ. ഇത് ഓൾറെഡി ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നത് കൊണ്ടും ഒരു ഹോളിഡേ ഹോം ആയിരുന്നത് കൊണ്ടും ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പയും മീൻകറിയും ചിക്കനും പോർക്കും ബീഫും എന്ന് വേണ്ട പൊറോട്ട എല്ലാം ഉണ്ടായിരുന്നു. കൂടത്തിൽ ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് വൈകിട്ട് അടിച്ച് പൊളിച്ചവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇതൊക്കെ ഇത്ര ദിവസമായിട്ടും വീടിടാത്ത എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. മറ്റൊന്നുമല്ല, മടി. അത് മാത്രമാണ് എക്സാക്ട് റീസൺ. ഇതൊക്കെ മെനക്കെടാനുള്ളൊരു മടിയേ, അത് തന്നെ. എവിടെ പോയാലും പിന്നെ ബാറ്റും ബോളും ഒക്കെ വണ്ടിയിൽ കാണും. അതിനുള്ള സമയം അവർ കണ്ടെത്തി. കുറച്ച് സങ്കടത്തോടെയാണെങ്കിലും എന്നാൽ കുറച്ച് സന്തോഷത്തോടെയാണെങ്കിലും ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നതിനൊരു സന്തോഷമുണ്ട്. എന്നാൽ അതാ ആ ഒരു ട്രിപ്പൊക്കെ തീർന്ന് നമുക്ക് എന്താ പറയണേ, അടുത്ത ദിവസം തൊട്ട് ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെ ഈ പരിപാടിയൊക്കെ അവിടെ അവസാനിപ്പിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുമായിരുന്നു. ഞങ്ങളിപ്പോൾ പോണത് ഒരു ക്ലിഫ് വോക്കാണ് കേട്ടോ. കൗണ്ടി ഹൗത്തിൽ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. അത് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു നേച്ചറിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലേസ്, ഒരു നല്ലൊരു ക്ലിഫ്. എന്താ പറയണേ, നല്ല തിരക്കാണ് കേട്ടോ. വെതർ ആണെങ്കിൽ കുറച്ച് മോശമായിരുന്നു, അതായത് നല്ല തണുപ്പൊക്കെ ആയിട്ട് ജാക്കറ്റ് ഇല്ലാണ്ട് പറ്റില്ല, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് തീരാറായി കേട്ടോ.
അതായത് അവസാനം എന്താ ഒരു 4:30-5 മണി സമയമായി, എല്ലാവരും വിശന്ന് തളർന്നു. അവസാനം പോയി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് പോരാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എല്ലാം ഒരാൾ തന്നെയല്ല കേട്ടോ ചെയ്തത്. പലരും പലത് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ റോള് കൊടുക്കുമായിരുന്നു. ഒരാളെ കൊണ്ട് പ്ലേസൊക്കെ ചൂസ് ചെയ്തു, ഒരാൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു, എവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഒരാൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു എന്താ പറയണേ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രിപ്പ് ഇത്ര സക്സസ്ഫുൾ ആയതും എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതും.